അല്പം നെയ്യ് ചേർത്ത് അത് നന്നായി ഉരുകുമ്പോൾ അതിലേക്ക് കടുകും ജീരകവും ചേർത്ത് അത് നന്നായി പൊട്ടുമ്പോൾ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് നന്നായി വഴറ്റണം. അത് നന്നായി വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കണം. ചെറുതായി അരിഞ്ഞ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നന്നായി വഴറ്റണം. ഈ ഒരു റെസിപ്പി നമുക്ക് തനിച്ചാവുന്ന സമയത്ത് ഊണിന് വളരെ എളുപ്പത്തിൽ ചെറിയ അളവിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റണം. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം. ഉള്ളിയൊക്കെ നന്നായി വഴണ്ട് ആ മസാലകളൊക്കെ ഉള്ളിയിലെല്ലാം പിടിച്ച് അപ്പം നല്ലൊരു ടേസ്റ്റ് നമുക്ക് ഈ ഒരു കറിക്ക് ഉണ്ടാവും. അതിന് ശേഷം കട്ടത്തൈര് ചേർത്ത് ഇളക്കണം.